ദൈവനാമത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. നാം ക്രൂശീകരണ ധ്യാന ആരാധനകളെല്ലാം കഴിഞ്ഞ് ശബത്തിൻ്റെ ഒരുക്ക ദിവസത്തിലും പുനരുത്ഥാനത്തിൻ്റെ അനുഭവം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനുമായിട്ട് കാത്തിരിക്കുകയാണല്ലോ. സ്വർഗത്തിലെ ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും നൽകി ദൈവം നമ്മെ അത്ഭുതകരമായി ഈ പകൽക്കാലം നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രോമിസ് ഓഫ് ദ ഡേ എന്ന പ്രഭാത ബൈബിൾ ധ്യാനത്തിലേക്ക് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് ആവശ്യപ്പെടുന്നത് ദൈവമക്കൾ ക്രിസ്തു യേശുവിലുള്ള സ്വഭാവത്തിൽ അഥവാ ഭാവത്തിൽ വളരണം എന്ന ഒരു ആഹ്വാനമാണ്. പല സന്ദർഭങ്ങളിലും നാം പാടാറുള്ള ഒരു പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്: യേശുവെ പോലെയാകുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ എന്നാണ്. മത്തായി 10:25 ഇങ്ങനെ കർത്താവ് പറഞ്ഞു: ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനു മതി, യജമാനനെ പോലെ ആകുന്നത് ദാസനും മതി. യേശുവിൻ്റെ ആഗ്രഹം യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവെ പോലെ ആകണം, ഗുരുവിനെ പോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുകയാണ്. യജമാനനെ പോലെ ആയിത്തീരുക എന്നുള്ളത് ദാസൻ്റെ ഒരു വലിയ ആഗ്രഹമായിരിക്കണം. അതെ, ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വിശ്വാസി യേശുവിനെ പോലെ ആയിത്തീരാനാണ് ആഗ്രഹിക്കേണ്ടതെന്നാണ്. എന്താണ് യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഭാവം? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ്. അതായത് യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ഭാവം എന്ന് പറയുന്നത് താഴ്മയുടെ ഭാവം ആയിരുന്നു എന്നാണ്. ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി പിതാവിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, താഴ്മയുടെ സ്വഭാവം യേശുവിൽ നമുക്ക് മുഴുവനായി കാണാൻ കഴിയും. മത്തായി 11:29 കർത്താവ് പറയുന്നത്: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാണ്. അതെ, ക്രിസ്തു സൗമ്യതയുടെയും താഴ്മയുടെയും പ്രതീകമായിരുന്നു എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. എന്നിലെ ഞാനെന്ന ഭാവം ഇല്ലാതായിത്തീരുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ ഭാവം വളരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, എന്നിലുള്ള ഞാനെന്ന ഭാവം എപ്പോഴാണ് എന്നിൽ ഇല്ലാതായി തുടങ്ങുന്നത്, ഇല്ലാതായി തീരുന്നത്, അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഭാവം എന്നിൽ ഉരുവാകാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കേണ്ടത്: കർത്താവേ, നിൻ്റെ സ്വഭാവത്തിൽ വളരാനായിട്ട് എനിക്ക് കൃപ തരണമേ. എന്നിലുള്ള ഞാനെന്ന ഭാവത്തെ ദൈവമേ എടുത്തു മാറ്റാൻ ശക്തി തരണമേ നമ്മൾ പ്രാർത്ഥിക്കുക. 2 കാര്യം നമ്മൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മുന്നിൽ തന്നെത്താൻ താഴ്ത്തിയതായ കർത്താവ്, പിതാവായ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് ക്രൂശിലെ മരണത്തോളം പുത്രനായ ക്രിസ്തു അനുസരണമുള്ളവനായിരിക്കണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ ക്രൂശിലെ മരണം വരെയും താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു ഭാവം. അതോടൊപ്പം തന്നെ മനുഷ്യരുടെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയതായ ഒരു കർത്താവിനെയും നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ്. നമ്മുടെ തലമുറയിൽ ആരും സ്തോത്രം അവനെ ദൈവം അവനെ ശിക്ഷിപ്പിക്കുന്നു എന്ന് വിചാരിച്ച് അതുകൊണ്ട് ന്യായം കിട്ടാതെ പോയെന്നാണ്. നമ്മളും ശ്രദ്ധിക്കണം, നമുക്കും ഈ അനുഭവം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത്
ക്രിസ്തുവിൻ്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വായി തുറക്കാതെ രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ ഒരാട്ടിൻകുട്ടി മിണ്ടാതിരിക്കുന്നത് പോലെ നമ്മൾ മിണ്ടാതിരിക്കേണ്ട സന്ദർഭങ്ങൾ വരുമെന്നാണ്. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ തന്നെയും ന്യായം കിട്ടാത്തതായ ചില സന്ദർഭങ്ങൾ നമുക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മറുപടി പറയാൻ പറ്റാത്തതായിട്ടുള്ള ചില അവസരങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. യേശു ക്രിസ്തു മനുഷ്യരുടെ മുമ്പിൽ വായി തുറക്കാതെ മിണ്ടാതിരുന്നപ്പോൾ കർത്താവിന് ന്യായം കിട്ടാതെ പോയി. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശു യാതൊരു വിധത്തിലുള്ള കുറ്റക്കാരനും അല്ലാതിരുന്നിട്ടും ക്രൂശ് വഹിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കാതെ മൂന്നാമത്തെ ദിവസം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതായ ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ചിലപ്പോൾ നമുക്ക് ന്യായം കിട്ടിയില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളുണ്ടായാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നതിന് അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മിലുണ്ടായിരിക്കട്ടെ. ഒന്നാമത് യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ഭാവം താഴ്മയുടെ ഭാവമായിരുന്നു. ആ ഭാവത്തിൽ നമുക്ക് വളരാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ധ്യാനിക്കാനും ദൈവം കൃപ തന്നതിനായി സ്തോത്രം. വേദപുസ്തകത്തിലെ അനേക ഭക്തന്മാർ താഴ്മയുടെ പ്രതീകങ്ങളായിരുന്നു. അവിടെ നിന്നും ഈ ലോകത്തിൽ പിതാവിൻ്റെ ഹിതത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചതുപോലെ മനുഷ്യരുടെ മുമ്പിൽ ന്യായം കിട്ടാതെ പോയിട്ടും വായ് തുറക്കാതിരുന്നത് പോലെ ഞങ്ങളും താഴ്മയുടെ ഭാവം ധരിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. ഈ ദിവസം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് അവരെ നടത്തട്ടെ. ഈ വചനം അവർക്ക് തുണയായിരിക്കട്ടെ. അപ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ജയനച്ചൻ.